ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വേദവായന ഭാഗം സംഖ്യാപുസ്തകം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ പ്രധാനമായും യാഗങ്ങളെയും നേർച്ചകളെയും കുറിച്ചുള്ളതുപോലെ തോന്നാം. എന്നാൽ ഈ അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെയും തൻ്റെ ജനങ്ങളോടുള്ള നിരന്തര കൂട്ടായ്മയ്ക്കുള്ള അവിടുത്തെ ആഗ്രഹത്തെയും വിശ്വസ്തമായ പ്രതിബദ്ധതയുടെ പ്രാധാന്യത്തെയും വെളിപ്പെടുത്തുന്നു. 28-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിരന്തരം അർപ്പിക്കേണ്ട യാഗങ്ങളെക്കുറിച്ച് ദൈവം അവരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായം ആരംഭിക്കുന്നത് താഴെ പറയുന്ന നിർദ്ദേശങ്ങളോടെയാണ്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അർപ്പിക്കേണ്ടുന്ന ദഹനയാഗങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ശബ്ബത്തിലും അവരർപ്പിക്കേണ്ടുന്ന യാഗങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മാസത്തിൻ്റെ ആരംഭത്തെങ്കിൽ അർപ്പിക്കേണ്ടുന്ന യാഗങ്ങൾ, പ്രധാന ഉത്സവങ്ങളിൽ അർപ്പിക്കേണ്ടതായിട്ടുള്ള പ്രത്യേക യാഗങ്ങൾ. ഈ ഉത്സവങ്ങളിൽ ഉൾപ്പെടുന്നത് പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും പെന്തക്കോസ്ത് പെരുന്നാൾ. ഇസ്രായേലിൻ്റെ ആരാധന ക്രമബദ്ധവും ഉദ്ദേശപൂർവവും ദൈവകേന്ദ്രീകൃതവും നിലനിൽക്കുന്നതിനായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. 29-ാമത്തെ അധ്യായം താഴെ പറയുന്ന ഉത്സവങ്ങളിലെ യാഗങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തുടരുന്നു. 1 കാഹളധ്വനി പെരുന്നാൾ, പ്രായശ്ചിത്ത പെരുന്നാൾ, കൂടാരപ്പെരുന്നാൾ. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ ദൈവം നൽകിയ പരിപാലനം ആഘോഷിച്ചതിനാൽ കൂടാരപ്പെരുന്നാളിന് പ്രത്യേക പ്രാധാന്യം നൽകപ്പെടുന്നു. ഓരോ ഉത്സവത്തിനും പ്രത്യേക യാഗങ്ങൾ ആവശ്യമായിരുന്നു. ജീവിതത്തിലെ ഓരോ കാലഘട്ടവും ദൈവത്തിൻ്റേതാണെന്നും ആരാധന ഒരു ഇടയ്ക്കുള്ള പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു തുടർച്ചയായ ജീവിത രീതിയാണെന്നും ഈ യാഗങ്ങൾ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. സംഖ്യാപുസ്തകം 30-ാമത്തെ അധ്യായം ദൈവത്തോട് ചെയ്യുന്ന നേർച്ചകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ വിശുദ്ധമാണെന്ന് ദൈവം ഇസ്രായേലിനെ പഠിപ്പിക്കുന്നു. ഒരു പുരുഷൻ നേർച്ച ചെയ്താൽ അത് നിറവേറ്റണം. വിവാഹിതരല്ലാത്ത പുത്രിമാരുടെയും വിവാഹിത സ്ത്രീകളുടെയും നേർച്ചകളെക്കുറിച്ചും ഈ അധ്യായങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇത് പുരാതന ഇസ്രായേലിലെ കുടുംബ അധികാര ഘടനയെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ചെയ്യുന്ന പ്രതിബദ്ധതകളിൽ ദൈവം സത്യസന്ധതയും വിശ്വസ്തതയും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ കേന്ദ്ര സത്യം. ഈ അധ്യായങ്ങളിലെ ആത്മീയ പ്രാധാന്യം എന്താകുന്നു എന്ന് വെച്ചാൽ, ദൈനംദിന യാഗങ്ങൾ ദൈവവുമായുള്ള കൂട്ടായ്മ പ്രത്യേക അവസരങ്ങളിൽ മാത്രം പരിമിതമല്ലെന്ന് പഠിപ്പിക്കുന്നു. ഇസ്രായേലിന് ദൈവസാന്നിധ്യത്തിൻ്റെ ദൈനംദിന ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമായിരുന്നു. ദൈവജനത്തിന് ഇത് പ്രാർത്ഥന, തിരുവചന പഠനം, ആരാധന, അനുസരണം എന്നിവയിലൂടെ ദൈവവുമായി ദൈനംദിന ബന്ധം സൂചിപ്പിക്കുന്നു. ഇടയ്ക്കിടെയുള്ള ആത്മീയ അനുഭവങ്ങൾ മാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ നിലനിർത്താൻ മതിയാകില്ല. ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതത്തിന് ദൈവവുമായുള്ള നിരന്തര കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. 28-29 അധ്യായങ്ങളിലെ യാഗങ്ങൾ ഒടുവിൽ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആവർത്തിച്ചുള്ള യാഗങ്ങൾ മൃഗയാഗങ്ങൾക്ക് പാപം പൂർണ്ണമായി നീക്കാൻ കഴിയില്ലെന്ന് വെളിപ്പെടുത്തി. യേശു സമ്പൂർണവും അന്തിമവുമായ യാഗമായി. അനേകം യാഗങ്ങൾക്ക് പ്രതീകാത്മകമായി മാത്രമേ ചെയ്യാനായിരുന്നുള്ളൂ. ക്രൂശിലെ അവിടുത്തെ മരണം അത് യാഥാർത്ഥ്യത്തിൽ പൂർത്തിയാക്കി. അതുകൊണ്ട് ദൈവജനം മൃഗയാഗങ്ങൾ അർപ്പിക്കുന്നില്ല, പകരം തങ്ങളെ തന്നെ ജീവനുള്ള യാഗങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആരാധനയുടെയും സേവനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഓരോ പ്രവൃത്തിയും അവിടുത്തോടുള്ള നന്ദിയുടെ യാഗമായി മാറുന്നു. ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടവും ദൈവത്തിൻ്റേതാണ് എന്ന് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വാർഷിക ഉത്സവങ്ങൾ, കലണ്ടറിലെ ഓരോ ഭാഗവും ദൈവത്തിൻ്റേതാണെന്ന് ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ കാലങ്ങൾ, ഗൗരവമായിട്ടുള്ള സമ്മേളനങ്ങൾ, മാനസാന്തരത്തിൻ്റെ അവസരങ്ങൾ, സ്തോത്രവും നന്ദി പറച്ചിലും പറയുന്ന അനുഭവങ്ങൾ, ഓർമ്മപ്പെടുത്തലിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിന്മേലും ദൈവമായിരിക്കണം നമ്മുടെ കർത്താവ്. അത് നമ്മുടെ സന്തോഷ സമയങ്ങളാവട്ടെ, കഷ്ടതയുടെ സമയങ്ങളാവട്ടെ, കാത്തിരിപ്പിൻ്റെ സമയങ്ങളാവട്ടെ, വിജയത്തിൻ്റെ സമയങ്ങളാവട്ടെ, നഷ്ടത്തിൻ്റെ സമയങ്ങളാവട്ടെ, എന്തായിരുന്നാലും ഓരോ കാലഘട്ടത്തിലും ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നതാണ് ക്രിസ്തീയ പക്വത. സംഖ്യാപുസ്തകം 30 നേർച്ചകൾ ഗൗരവമുള്ള കാര്യങ്ങളാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഓരോ വാഗ്ദാനവും ദൈവം കേൾക്കുന്നു. സത്യസന്ധത യഥാർത്ഥ ദൈവഭക്തിയുടെ അടയാളമാണെന്ന് തിരുവെഴുത്ത് നിരന്തരം പഠിപ്പിക്കുന്നു. സത്യം പറയുന്നവരെയും വിശ്വസ്തരെയും ദൈവം വിലമതിക്കുന്നു. ഒരു വിശ്വാസിയുടെ അതെ എന്നുള്ളത് അതെ എന്നും അല്ല എന്നുള്ള വാക്ക് അല്ല എന്നുമായിരിക്കണം. വാക്കുകളിലെ വിശ്വസ്തത ഹൃദയത്തിലെ വിശ്വസ്തതയെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ അധ്യായങ്ങൾക്കുള്ള പ്രസക്തി എന്താണ്? ആധുനിക ജീവിതം തിരക്കുകളും ശ്രദ്ധ തിരിക്കലുകളും നിറഞ്ഞതാണ്.
28-ാമത്തെ അധ്യായം വിശ്വാസികളെ ക്രമമായ ആരാധനയും ഭക്തിയും സ്ഥാപിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ ദൈനംദിന യാഗങ്ങൾ നിലനിർത്തിയതുപോലെ ദൈവജനവും ദൈനംദിന ആത്മീയ ശീലങ്ങൾ നിലനിർത്തണം. ശക്തമായ വിശ്വാസം സാധാരണയായി ഇടയ്ക്കുള്ള ആത്മീയ ആവേശത്തിലൂടെയല്ല, മറിച്ച് സ്ഥിരമായ അനുസരണത്തിലൂടെയാണ് വളരുന്നത്. ഞായറാഴ്ചയ്ക്കപ്പുറമുള്ള ഒരു ആരാധനാ അനുഭവം ജീവിതത്തിൽ ഉണ്ടാവണം. ഇസ്രായേലിൻ്റെ ഉത്സവങ്ങൾ ആരാധന ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ആരാധന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, തൊഴിൽ ഉത്തരവാദിത്വങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളുടെ പരിപാലനത്തിൽ, സഭാ ശുശ്രൂഷകളിൽ, വ്യക്തിപരമായ പെരുമാറ്റത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആരാധനയായി മാറണം. 30-ാമത്തെ അധ്യായം വിശ്വാസികളെ അവരുടെ പ്രതിബദ്ധതകൾ മാനിക്കാൻ വെല്ലുവിളിക്കുന്നു. വിവാഹത്തിലോ ശുശ്രൂഷയിലോ സൗഹൃദങ്ങളിലോ ജോലിയിലോ സഭാ ശുശ്രൂഷയിലോ എന്തിലായിരുന്നാലും വാക്ക് പാലിക്കുന്നവരെ ദൈവം വിലമതിക്കുന്നു. വാഗ്ദാനങ്ങൾ എളുപ്പത്തിൽ ലംഘിക്കപ്പെടുന്ന സംസ്കാരത്തിൽ ക്രിസ്തീയ വിശ്വാസ്യത ശക്തമായ സാക്ഷ്യമായി മാറുന്നു. ജീവനുള്ള യാഗമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രേരണയാണ് ഈ അധ്യായങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. യാഗവ്യവസ്ഥ പൂർണ്ണ സമർപ്പണത്തിലേക്കാണ് വിശ്വാസികളെ നയിക്കുന്നത്. യാഗപീഠത്തിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം ദൈവജനം അവരുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ സമയം, കഴിവുകൾ, വിഭവങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവ അവിടുത്തെ ഉദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടണം. ഓരോ വിശ്വാസിയുടെയും ചോദ്യം ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നത് മാത്രമല്ല, എൻ്റെ ജീവിതം അവിടുത്തെ എങ്ങനെ മഹത്വപ്പെടുത്തും എന്നതുമാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദൈവശാസ്ത്ര ചിന്തകൾ എന്താകുന്നു എന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധി ആരാധന ആവശ്യപ്പെടുന്നു. വിശുദ്ധമായ യാഗവ്യവസ്ഥ ദൈവം വിശുദ്ധനും ആരാധനയ്ക്ക് യോഗ്യനുമാണെന്ന് കാണിക്കുന്നു. അവിടുത്തെ സമീപിക്കുന്നത് ഒരിക്കലും നിസ്സാരമായി കാണരുതാത്തൊരു പദവിയാണ്. ദൈവകൃപ പ്രവേശന മാർഗം നമുക്കൊരുക്കുന്നു. ദൈവം വിശുദ്ധനായിരുന്നിട്ടും യാഗങ്ങളിലൂടെ തൻ്റെ അടുക്കൽ വരുവാൻ ഇസ്രായേലിന് അവിടുന്ന് ഒരു മാർഗമൊരുക്കി. ഇതൊടുവിൽ ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തുവിലൂടെ വിശ്വാസികൾക്ക് ദൈവത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം ലഭിക്കുന്നു. ഉടമ്പടി ബന്ധവും ഉത്തരവാദിത്വവും ഉൾക്കൊള്ളുന്നതാണ്. ദൈവവുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ പ്രത്യേക അവകാശവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. അതുപോലെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെങ്കിലും വിശ്വാസികൾ അവിടുത്തെ കൃപയ്ക്ക് പ്രതികരണമായി വിശ്വസ്തമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരുന്നു. അനുസരണം രക്ഷ സമ്പാദിക്കുന്നില്ല, പക്ഷേ അത് യഥാർത്ഥ വിശ്വാസത്തെ പ്രകടമാക്കുന്നു. എൻ്റെ ആരാധന സ്ഥിരതയുള്ളതും ഉദ്ദേശപൂർണവുമാണോ, അല്ലെങ്കിൽ ഇടയ്ക്കും സൗകര്യാനുസൃതവും ആണോ? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ഞാൻ ചെയ്ത പ്രതിബദ്ധതകളും വാഗ്ദാനങ്ങളും വിശ്വസ്തയോടെ പാലിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.